നമുക്ക് അജയുടെയും ഭൂമിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ഭൂമിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീട്ടിലൊറ്റയ്ക്കായി കഴിഞ്ഞപ്പോഴത്തേനും ഭൂമിയെ ഓർമ്മകൾ വേട്ടയാടുവാണ്. പ്രത്യേകിച്ച് അച്യുതൻ ജീവന് തുല്യം, അതായത് ഭൂമിയെപ്പോലെ തന്നെ കൊണ്ടു കരുതി നടന്നതാണ് ആ കാറ്, ആ പഴയ അംബാസഡർ കാറ്. അത് കണ്ടു കഴിഞ്ഞപ്പം ഭൂമിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഒത്തിരി ഓർമ്മകളുണ്ട് ഭൂമിക്ക് ആ കാറുമായിട്ട്. കാരണം കാർ ഓടിക്കാനായിട്ട് തന്നെ അച്ഛൻ പഠിപ്പിച്ച ആ അംബാസഡർ കാറിലാണ്. പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ ചടാക്ക വണ്ടി ഒന്ന് കൊടുക്കാനായിട്ട്. പലപ്പോഴും അതിന് ഓരോരോ പണികളായിരിക്കും. പക്ഷെ എത്ര പറഞ്ഞിട്ടും അച്ഛൻ അനുസരിച്ചിട്ടില്ല. കാരണം അച്ഛൻ്റെ കയ്യിൽ ആ വണ്ടി കിട്ടിയിട്ട് കുറേ വർഷങ്ങളായി, 10-25 വർഷം കൊണ്ട് ആയെന്ന് തോന്നേ. പക്ഷേ എങ്കിൽ അച്ഛൻ പറയണേ ആ വണ്ടി എനിക്ക് ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഞാനത് കൊടുക്കില്ല എന്നാ. വഴി പലപ്പോഴും ആ വണ്ടിക്ക് പോയിട്ടുണ്ട്, കിടക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ താൻ ദേഷ്യപ്പെട്ടാലും അച്ഛനൊരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ടാ അതിനെയൊക്കെ നേരിടാറുള്ളൂ. പിന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി നന്നാക്കിയെടുക്കും. ഇത് തന്നെയാ പരിപാടി. എന്താണെങ്കിലും ഇത്തവണ അച്ഛൻ പറയുകയും ചെയ്തു ഇനി ഇത് പണി മുടക്കില്ല എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഭൂമിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ആ വണ്ടിയിൽ ഇങ്ങനെ തൊട്ടും തലോടുന്ന സമയത്ത് അച്ഛൻ തൻ്റെ അരികിലുള്ള പോലെ ഭൂമിക്ക് തോന്നുവാണ്. രാവിലെ പ്രാക്ടീസിന് പോണ സമയത്ത് ആ കാറിനാണല്ലോ പോകുന്നത്. ആ കാറിൻ്റെ പേര് രണ്ടുപേരും കൂടെ എപ്പോഴും വഴക്കുണ്ടാക്കാറുമുണ്ട്. പാവം തൻ്റെ അച്ഛന് ഇപ്പം ഇതൊക്കെ വല്ലതും ഓർക്കുന്നുണ്ടോ? ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് കയറുമ്പോൾ വല്ലാത്തൊരു ശൂന്യത. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അംബിക അച്യുതനും ഒക്കെ ഉപയോഗിച്ചിരുന്ന മുറിയിൽ കുറേ തുണികളൊക്കെ ഇങ്ങനെ കിടക്കുവാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഭൂമി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. ആ തുണികളൊക്കെ എടുത്ത് നോക്കുവാണ്. അച്ഛൻ്റെ അമ്മയുടെ അതൊക്കെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഭൂമിക്ക്. അങ്ങനെ ഭൂമി നോക്കിക്കഴിഞ്ഞപ്പോൾ സൈഡിൽ തൻ്റെ ചിലങ്ക ഇരിക്കുന്നുണ്ട്. ഭൂമി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. ആ ചിലങ്ക കൈ കൊണ്ടൊന്ന് എടുത്തു. എന്തൊക്കെയാ പ്രതീക്ഷകളായിരുന്നു അച്ഛന്. താൻ ഡാൻസ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് അച്ഛൻ പറയായിരുന്നു നമുക്ക് മൂകാംബികയെ വെച്ച് വേണം അരങ്ങേറ്റം നടത്താനായിട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം അവിടെ വെച്ച് നടത്തണമെന്ന് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. അതിനൊന്നും അച്ഛൻ കാത്തു നിന്നില്ല. എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. തനിക്ക് പഠിക്കാൻ പോകാൻ മടിയായിരുന്നു, കാരണം ക്യാഷ് കുറേ ആവുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അച്ഛൻ തന്നെ നിർബന്ധിച്ചാണ് ഓരോന്നിനും വിട്ടുകൊണ്ടിരുന്നേ. താൻ എന്തേലുമൊക്കെ ആയിത്തീരണമെന്ന് അച്ഛൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച് അച്ഛൻ അറിഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് വിഷമമായി. അവർക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാന്നുള്ള കാര്യം ഭൂമിക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. എന്നാലും അച്ഛനെ ആരെ അറിയിക്കും? അച്ഛനോട് ഇത്ര വൈരാഗ്യമുള്ള ആർക്കാ? കാരണം അച്ഛൻ സാധാരണഗതിയിൽ ആരോടും ഒരു വഴക്കുണ്ടാക്കുന്ന മനുഷ്യനല്ല. അച്ഛന് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അച്ഛനെ അതെ, അമ്മേനെ അതെ. പിന്നെ അച്ഛനോട് ആർക്കാ ദേഷ്യമുള്ളേ? ഇനി വല്ലേ എന്തേലും മോഷ്ടിക്കാൻ വന്നവരങ്ങനെ വല്ല മറ്റാണോ? പക്ഷെ ഈ വീട്ടിൽ വന്ന് എന്തും മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ടാ. ഈ വീട്ടിൽ മോഷ്ടിക്കാൻ പാകത്തിനൊന്നുമില്ല. അച്ഛൻ്റെ സർജറി നടത്താനായിട്ട് എങ്ങനെ പണം കണ്ടെത്തുമെന്ന് ഓർത്ത് തന്നെ ഇരിക്കുക. അതൊക്കെ ഓർത്തപ്പോൾ ഭൂമിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ ഭൂമി എന്ത് ചെയ്തു? അവിടെ അച്യുതൻ്റെ ഒരു ഫോട്ടോ ഭിത്തിയിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു തുളസിമാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തേക്ക് വന്നു. ആ ഫോട്ടോയിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അച്ഛനെ ഇല്ലാതാക്കിയത് ആരാണെങ്കിലും ശരി, അവരെ ഞാൻ പുറത്ത് കൊണ്ടുവരും. ഭൂമിയുടെ പ്രതിജ്ഞ അത്. പിന്നെ അത് മാത്രമല്ല, അമ്മയെ എനിക്ക് പുറത്തിറക്കണം. അമ്മ അങ്ങനെയും ചെയ്യില്ല. അച്ഛനും അമ്മയും തമ്മിൽ എത്ര സ്നേഹത്തിലായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോയെന്ന്. ചിലപ്പോൾ ആ സ്നേഹം ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അതുകൊണ്ടായിരിക്കും ദൈവം നേരത്തെ തന്നെ അച്ഛനെ അങ്ങോട്ട് വിളിച്ചല്ലേ. ഈ സമയത്ത് ഭൂമിക്ക് തോന്നി അച്ഛൻ തൻ്റെ അരിയിലേക്ക് വരുന്നതായിട്ട്. പെട്ടെന്ന് ഭൂമി തിരിഞ്ഞു നോക്കി. അച്ഛനടുത്ത് നിൽക്കുന്ന പോലെ തോന്നുവാണ്. മോളെ, നിൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മേനെ ലോക്കപ്പിൽ കിടത്തരുത്. എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കിക്കൊണ്ട് വരണം. അമ്മയ്ക്ക് കൂട്ടായിട്ട് നീ മാത്രമേ ഉള്ളൂ. അമ്മേനെ ഒരിക്കലും നീ കൈവിടല്. എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും നീ അമ്മയെ കൈവിടലെന്ന് എനിക്ക് വാക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ ഭൂമിക്ക് തോന്നി അച്ഛൻ അരികെ നിൽക്കുവാന്ന്. പെട്ടെന്ന് ഭൂമി പറഞ്ഞു ഇല്ലച്ച, ഞാൻ അമ്മയെ കൈവിടില്ല. അമ്മ എന്നോട് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വേണം. അമ്മയെ ഒറ്റപ്പെടുത്തരുത്. അച്ഛനുണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഭൂമി ഇങ്ങനെ ഒന്നുകൂടെ കണ്ണ് ചിമ്മി തുറന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ കണ്ടില്ല. അപ്പോഴാണ് ഭൂമിക്ക് ഓർമ്മ വരുന്നത്. ദൈവമേ, തൻ്റെ അച്ഛനെ ഭൂമിയിലില്ലല്ലോ എന്നുള്ള കാര്യം. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഓരോ നിമിഷവും ഭൂമിയുടെ മനസ്സിൽ അതിങ്ങനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുക. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇതേ സമയം അജയ് വീട്ടിലേക്ക് വന്നു. അജയ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം സ്വാഭാവികം മുത്തശ്ശിയും സംഗീതം എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അജയനെ കണ്ടു കഴിഞ്ഞപ്പം മുത്തശ്ശി ചോദിച്ചു എന്തായടാ ഭൂമിയുടെ അമ്മയുടെ കേസും കാര്യങ്ങളൊക്കെ? അതിങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും വിട്ടു പറയണില്ല എന്ന് പറഞ്ഞു. എടാ മോനെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭൂമിയുടെ അമ്മ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. അവരൊരു പാവ സ്ത്രീയായിട്ട് എനിക്ക് തോന്നേ. ഇതിനിടയ്ക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര പേടിയോടുകൂടി ഭവാനി പറഞ്ഞു എനിക്ക് തോന്നുന്നു ആ സ്ത്രീ തന്നെയായിരിക്കും എന്നാ.
ആ സ്ത്രീക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ വൈരാഗ്യം കാണുമെന്നേ. പെട്ടെന്നൊരിത് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞു. സ്വാഭാവികം മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ഭൂമിയുടെ അമ്മ. അവരെ കണ്ടാൽ തന്നെ അറിയാം ഇതിനകത്ത് എവിടെയോ എന്തോ ഒരു കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അജയ് പറഞ്ഞു. അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മൂന്നാമതൊരാൾ മുറിയിലുണ്ടായിരുന്ന പറഞ്ഞ്. ആരെ എന്താണെന്നും അറിയത്തില്ല. മുഖംമൂടി ധരിച്ചുകൊണ്ട് മുഖം വ്യക്തമായിട്ട് കണ്ടില്ലെന്നും പറഞ്ഞു. സാരമില്ല, ഏതവനാണെങ്കിലും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ ഞാൻ പൊക്കിയിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ടിരുന്ന ഭവാനിയുടെ നെഞ്ചു പടഞ്ഞു. ദൈവമേ, ഇനി താൻ പിടിക്കപ്പെടുവോ? അപ്പോഴേക്കും അജയ് പറഞ്ഞു, ഒരു പക്ഷേ മൂന്നാമതൊരാൾ ആ മുറിയിലുണ്ടായിരുന്നെങ്കിൽ ഇത് ഗൂഢാലോചന ഫലമായിരുന്നു മുത്തശ്ശി. ഉറപ്പായിട്ടൊരു ഗൂഢാലോചന നടത്തിയിട്ടാണ് ഭൂമിയുടെ അച്ഛനെ ഇല്ലാതാക്കിയിരിക്കുന്നത്. അല്ല, അവർക്കിത് ആരാ മോനെ ശത്രുക്കള്? അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഭൂമി പറയുന്നേ ശത്രുക്കളൊന്നും ആരും ഇല്ലെന്നാ പറയണേ. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഭൂമിയുടെ അമ്മയാണെങ്കിൽ ഇതുവരെയായിട്ടും കുറ്റസമ്മതം നടത്തിയിട്ടില്ല. അവരങ്ങനെ ചെയ്യില്ല എന്നാ പറയണേ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അവർ പറഞ്ഞ 100% ശരിയാ മോനെ. വെറുതെ എന്തിനാ അവരെ സംശയിക്കുകയൊന്നും ചെയ്യരുത്. ഭൂമിക്കിനി അവളുടെ അമ്മയല്ലാതെ വേറെ ആരാ ഉള്ളത്? അമ്മേ, അല്ല മുത്തശ്ശി ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ സാഹചര്യ തെളിവുകളെല്ലാം അവർക്കെതിരല്ലേ. അപ്പം പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും എല്ലാം കൂടെ വന്നെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അത് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു. എന്താണെന്നറിയില്ല, ആ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സത്യദാസ് പറഞ്ഞു, എനിക്കും അതൊക്കെ തന്നെ അമ്മേ. എന്താണെന്നറിയത്തില്ല, ഭൂമിയെ കണ്ടു കഴിയുമ്പോൾ പ്രത്യേകം ഒരു വാത്സല്യം തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ മകളെ ഓർമ്മ വരുന്നേ, അഭിരാമീനെ. ഒരു പക്ഷെ അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവൾ അത്രയും കാണുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. ഇതൊക്കെ കേട്ടോണ്ടെന്ന് ഭവാനിക്ക് ഒട്ടും സഹിച്ചില്ല. ഭവാനി പറഞ്ഞു, എന്തിനാ വെറുതെ ഇല്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണേ? എവിടെയോ കിടന്ന ഏതോ ഒരു പെണ്ണ്, അവളുടെ കാര്യം കഴിഞ്ഞു, അവളുടെ കാര്യം കഴിഞ്ഞ് പോയിക്കോളും. വെറുതെ ഇനി ഇല്ലാത്ത കാര്യങ്ങളും നമ്മുടെ തലയിലേക്ക് വെച്ച് നോക്കേണ്ട കാര്യമുണ്ടോ? അജയ് പറഞ്ഞു, അല്ല അപ്പച്ചിങ്ങനെ എത്ര ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. ഒന്നുമില്ല. എങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുക. മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ, മുത്തശ്ശിയൊക്കെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഭൂമിയുടെ അവസ്ഥ ഭൂമിക്കല്ലേ അറിയത്തുള്ളൂ. പാവം. അത് ഓർത്തിട്ടാ ഇവിടുത്തെ മുത്തശ്ശി എല്ലാവരും വിഷമിക്കുന്നത്. കാരണം ഭൂമി ഇവിടെ 2-3 വട്ടം വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഭൂമിയോട് താല്പര്യമാണ്. എനിക്കും അതെ. അവളൊരു പാവം കുട്ടിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയ് മുറിയിലേക്ക് കയറിപ്പോയി. ഓഹോ, ഇപ്പോഴേ നിനക്ക് അവള് പാവം അല്ലേ? നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാടാ. അവളെ കല്യാണം കഴിച്ച് എങ്ങാനും ജീവിക്കാമെന്ന് മനസ്സിലിരിപ്പുണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഈ ഭവാനി ജീവനോടെ ഉണ്ടാകാൻ നടക്കില്ല എന്നൊക്കെ ഭവാനി ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാണ്. ഇതേ സമയത്ത് ഭൂമി ഒരു കാര്യം തീരുമാനിച്ചു. ഏത് വിധേനയാണെങ്കിലും ശരി, അമ്മയെ പുറത്തിറക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ആദ്യം മുതൽ കേസിനെ കുറിച്ച് ഒന്ന് വിശകലനം ചെയ്ത് നോക്കി. അപ്പം ഭൂമി ക്രിമിനോളജിയും കാര്യങ്ങളൊക്കെ പഠിച്ച പല കേസുകളിലും തുമ്പ് കിട്ടാനായിട്ട് ഭൂമിയാണ് ഈ പറയുന്ന ബാലൻ എന്ന് പറഞ്ഞാൽ പോലീസുകാരനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ അതുകൊണ്ട് ഭൂമിക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനൊക്കെ പറ്റും. കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കാരണത്താലാണ് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെയൊക്കെ ഭൂമി ഇടയ്ക്ക് പറയാറുണ്ട്. പോലീസുകാരെ സഹായിക്കാറുള്ളതോ ഭൂമി. അപ്പം ഭൂമിക്ക് അതൊക്കെ വ്യക്തമായിട്ട് അറിയാം. അപ്പം ഭൂമി ഇങ്ങനെ ആലോചിച്ചു, അച്ഛൻ അങ്ങനെ മരിക്കാൻ കാരണം എന്താ? അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് തോന്നി, ഒരിക്കലും തൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല. പുറത്തുനിന്ന് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിവിദഗ്ധനാണ്. ആരുടെയും നിർബന്ധം പോലും ചെയ്തിരിക്കുന്ന, അല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം കൊണ്ട് ചെയ്തിരിക്കുന്നൊന്നും അല്ല എന്നുള്ള കാര്യം ഭൂമിക്കും മനസ്സിലായി. അപ്പോൾ ആരാണെങ്കിലും ശരി, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരു കാരണവശാലും അവരെ വിടാൻ പാടില്ല എന്നൊക്കെയൊരു ചിന്തയായിരുന്നു ഭൂമിയുടെ മനസ്സിൽ. അപ്പോൾ എന്താണെങ്കിലും ഭൂമി അതിനുവേണ്ടി പോരാടാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഭൂമിക്ക് ആ വലിയ തെളിവൊക്കെ കിട്ടുന്നുണ്ട് തൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.